KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ടെ വിവിധ ATMകളിൽ നിന്ന് 3.5 ലക്ഷം രൂപ കവർന്ന കേസ്. സർവീസ് എഞ്ചിനീയർ അറസ്റ്റിൽ. കള്ളന്മാരെ പേടിച്ച് മഞ്ചേശ്വരം. മോഷണം തുടർക്കഥയാകുന്നു. സ്ഥാനികർക്ക് ഓണം കുമ്പിളിൽ തന്നെ. സ്ഥാനികർക്കുള്ള ആനുകൂല്യം വൈകുന്നു. കരുത്തോടെ സ്ത്രീകൾ. ആവേശം പകർന്ന് തെങ്ങുകയറ്റ മത്സരം. മണ്ണും മനസ്സും ഓണലഹരിയിൽ. പൂക്കളമിട്ട് സദ്യ ഒരുക്കി നാട്. യാത്രയ്ക്ക് ഇനി നക്ഷത്ര സുഖം. സ്റ്റാർ ബോട്ടുകൾ നീറ്റിലിറങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കാസർകോട്ടെ വിവിധ ATMകളിൽ നിന്നും 3.5 ലക്ഷം രൂപ കവർന്ന കേസ്. സർവീസ് എഞ്ചിനീയർ അറസ്റ്റിൽ. ആലുവ സ്വദേശി CG വിനോദാണ് അറസ്റ്റിലായത്. ഡിജിറ്റൽ പാസ്വേഡ് ഉപയോഗിച്ച് ATMന്റെ താക്കോലുകളിലൊന്ന് സ്വന്തമാക്കിയാണ് പ്രതി കവർച്ച നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ പറഞ്ഞു. ബദിയടുക്കയിലെ കനറ ബാങ്ക് ATM കൗണ്ടറിൽ നിന്ന് 1 ലക്ഷം രൂപ കവർന്നത് കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സർവീസ് എഞ്ചിനീയറാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലുവ സ്വദേശിയായ CG വിനോദാണ് പ്രതി. ഇയാളെ ടൗൺ CI PK സുധാകർ അറസ്റ്റ് ചെയ്തു. ഡിജിറ്റൽ പാസ്വേഡ് ഉപയോഗിച്ച് ATMന്റെ താക്കോലുകളിലൊന്ന് സ്വന്തമാക്കിയാണ് പ്രതി ആസൂത്രിതമായി കവർച്ച നടത്തിയതെന്ന് ഡോക്ടർ A ശ്രീനിവാസ പറഞ്ഞു. ഹോസ്ദുർഗിൽ SBT ബാങ്കിൽ നിന്ന് 3 ലക്ഷം പൈസ എടുത്തിരുന്നു. അത് ഒരു അന്വേഷണാവസ്ഥയിലാണ്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് അന്വേഷണാവസ്ഥയിലുണ്ട്. ഇതല്ലാതെ ഉദയനൂരിൽ ഇത് പോലീസ്ക്ക് പരാതിയായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇൻഫോർമലായിട്ട് മനസ്സിലായത് കേരള ഗ്രാമീൺ ബാങ്കിൽ അവിടെ ഇൻറ്റർണലായിട്ട് ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. പക്ഷേ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നിട്ടാണ് മനസ്സിലായത്. കേരള ഗ്രാമീൺ ബാങ്കിൽ അവിടെ ഒരു 50,000 പൈസേൻ്റെ മിസ്സിംഗ് ഉണ്ട് എന്നിട്ട്. ഇതിനേക്കാൾ മുമ്പ് 2013 ഫെഡറൽ ബാങ്കിൽ കടവന്തര ഫെഡറൽ ബാങ്ക് 39,000 അത്ര എടുത്തതായി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നും ഇങ്ങനെ കുറേ കേസസ് ഉണ്ടാവും. മൊത്തം സംസ്ഥാനത്തിൽ തന്നെ കുറേ കേസസ് ഉണ്ടാവും. അതെല്ലാ ആൾക്കാർക്കും മെസ്സേജ് കൊടുക്കുക. പ്രതിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് ജെറോവിൻ. അദ്ദേഹം ആലുവക്കാരനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോസ്ദുർഗിൽ ഒരു ബാച്ചുലറായിട്ട് താമസിക്കുന്നുണ്ട്. മെയ് 15 രാവിലെ 6:45 ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത്. എന്നാൽ കൗണ്ടറിലെ CCTVയിൽ ദൃശ്യം പതിഞ്ഞിരുന്നില്ല. പണം കവർന്ന ശേഷം ഹാർഡ് ഡിസ്കിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്താണ് പ്രതി രക്ഷപ്പെട്ടത്. 2 മാസം മുൻപ് തന്നെ കനറ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസെടുത്തിരുന്നില്ലെങ്കിലും സൈബർ സെൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പുറത്തുനിന്നുള്ളവരല്ല കവർച്ചയ്ക്ക് പിന്നിലെന്ന് മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിനോദാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തെളിയുന്നത്. കാസർകോട്ടെ തകരാറിലായ ATM നന്നാക്കാനെത്തിയപ്പോഴാണ് വിനോദിനെ പോലീസ് ചോദ്യം ചെയ്തത്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പ്രതിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. 2015 മാർച്ചിൽ ഗ്രാമീണ ബാങ്കിന്റെ ഉദ്ദിനൂരിലെ ATMൽ നിന്ന് 50,000 രൂപയും 2014 ജൂണിൽ കാഞ്ഞങ്ങാട്ടെ SBTയുടെ ATMൽ നിന്ന് 2 ലക്ഷം രൂപയും കവർന്ന കേസിലും വിനോദിന് പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. മഞ്ചേശ്വരത്ത് മോഷണ പരമ്പര തുടരുന്നു. മോഷണ ശ്രമത്തിനിടെ ഒരാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി. വീതി വിട്ടൊഴിയാതെ നാട്ടുകാർ. മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടിയ യുവാവിനെ പോലീസിൽ ഏൽപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മഞ്ചേശ്വരത്തെ ഒരു വീടിന്റെ വാതിൽ പൊളിക്കാനുള്ള ശ്രമത്തിനിടെ വീട്ടുകാർ അറിഞ്ഞ് ബഹളം വെച്ചപ്പോൾ 2 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരാളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവരുടെ വാൻ വീടിന് സമീപത്ത് നിർത്തിയിട്ടതായി കണ്ടെത്തി. മംഗലാപുരം സ്വദേശിയായ ആളെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവായതിൽ നാട്ടുകാർ ഭീതിയിലാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ലെന്ന് ആക്ഷേപവുമുണ്ട്. ഓണമെത്തിയിട്ടും ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും വേതനമില്ല. സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഉത്തര മലബാറിലെ ആചാരസ്ഥാനികർ പ്രക്ഷോഭം തുടങ്ങും. ഉത്തര മലബാറിലെ 2000-ഓളം വരുന്ന കോലാധാരികളുടെയും ആചാരസ്ഥാനികരുടെയും വേതനം കഴിഞ്ഞ 6 മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. നിരവധി തവണ മലബാർ ദേവസ്വം പ്രസിഡന്റ് K ചന്ദ്രൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഓണത്തിനു മുമ്പ് മുടങ്ങിയ വേതനം നൽകാൻ നടപടി ഉണ്ടാക്കണമെന്ന് ഉത്തര മലബാർ സംയുക്ത ക്ഷേത്ര സംരക്ഷണ സമിതി നേതാക്കൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കോലാധാരികൾ സമരം തുടങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ വേതനം നാളിതുവരെ കൃത്യമായും വിതരണം ചെയ്തത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം ഒരു 8 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ
മലബാർ ദേവസ്വം ബോർഡിലെ അന്നത്തെ ചെയർമാൻ ശ്രീ കെ എ ചന്ദ്രൻ XMLA അവരെ നേരിട്ട് കണ്ട് കോഴിക്കോട് ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം കൊടുക്കാൻ സാധികന്മാർ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം അടിയന്തരമായി അവിടുത്തെ കുടിശ്ശിക തരികയും അടുത്ത പ്രാവശ്യം ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പം ആനുപാതികമായി എല്ലാ പെൻഷനുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എല്ലാ മേഖലകളും കാർഷിക പെൻഷനായും മറ്റു പെൻഷനായും ഒക്കെ വർദ്ധിപ്പിച്ചു. ഈ കാര്യത്തിൽ ഈ 5 വർഷം പൂർത്തിയാക്കുന്ന ഇത്തരം കാലത്ത് UDF ഗവൺമെൻറ് ഒരു നിലപാടും എടുക്കാതെ വളരെയധികം ഖേദവും ഈ സംയുക്ത ക്ഷേത്ര സംരക്ഷണത്തിനുണ്ട്. വാർത്താ സമ്മേളനത്തിൽ രാജൻ പെരിയ, VC നാരായണൻ, ഗോപി കാഞ്ഞങ്ങാട്, KVP ബാലൻ, PV മോഹനൻ, P ലക്ഷ്മണൻ, PV ഷാജി എന്നിവർ സംബന്ധിച്ചു. തെങ്ങുകയറ്റ മത്സരത്തിൽ വാശിയോടെ മത്സരിക്കാനിറങ്ങി വനിതകൾ. കുടുംബശ്രീ ജില്ലാ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് തെങ്ങുകയറ്റ മത്സരം നടന്നത്. യന്ത്രസഹായത്താൽ ഏറ്റവും വേഗം തെങ്ങിൽ കയറുന്നത് ആരെന്നായിരുന്നു മത്സരം. മത്സരത്തിൽ പങ്കെടുക്കാൻ 8ഓളം പഞ്ചായത്തുകളിൽ നിന്നായി മത്സരാർത്ഥികളെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി ഉദ്ഘാടനം ചെയ്തു. V ലീന അധ്യക്ഷയായി. വിജയൻ, ഷൈജു, മിഥുൻ എന്നിവർ സംസാരിച്ചു. G അബ്ദുൽ മജീദ് സ്വാഗതം പറഞ്ഞു. കിനാനൂർ കടന്നളം പഞ്ചായത്തിലെ സീമ 1ഉം കുറ്റിക്കോൽ പഞ്ചായത്തിലെ ബിന്ദു 2ഉം സ്ഥാനം നേടി. തീമാറ്റിക് ഇനത്തിൽപ്പെടുത്തി തെങ്ങുകയറ്റ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ADS, CDS തല മത്സരങ്ങൾ കഴിഞ്ഞു. ജില്ലാതല മത്സരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഇതിൽ നിന്ന് വിജയികളായവർ അടുത്ത മാസം 2, 3, 4 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന വാർഷികാഘോഷ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. വികസനത്തിനും ജനത്തിന്റെ ഉന്നമനത്തിനുമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖ്യമായ ഊന്നൽ നൽകുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി പറഞ്ഞു. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് ജലനിധി ഗ്രാമീണ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ കുടിവെള്ള ശുചിത്വ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം എന്ന നിലയിലാണ് ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതി നടപ്പിലാക്കിയത്. കോയിത്തട്ട കുടുംബശ്രീ ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിധുബാല, VV രത്നാവതി, VV വെളുങ്ങ, സിൽവി ജോസഫ് എന്നിവരും അഡ്വക്കേറ്റ് KK നാരായണൻ, CM ഇബ്രാഹിം, V ചന്ദ്രൻ, ഉഷാദേവി, VV യശോദ, P സുകുമാരി എന്നിവരും സംസാരിച്ചു. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിന്റെ സഹായഹസ്തം. മണ്ണെണ്ണ വിതരണ പദ്ധതി ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. കസബ ഫിഷറീസ് കോമ്പൗണ്ടിൽ വെള്ളിയാഴ്ചയായിരുന്നു ചടങ്ങ്. മത്സ്യത്തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മണ്ണെണ്ണ വിതരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച കാസർഗോഡ് കസബ ഫിഷറീസ് കോമ്പൗണ്ടിൽ സംസ്ഥാന ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി K ബാബു നിർവഹിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് അധ്യക്ഷനായി. P കരുണാകരൻ MP മുഖ്യാതിഥിയായിരുന്നു. മത്സ്യഫെഡ് ചെയർമാൻ V ദിനകരൻ സ്വാഗതവും കാസർഗോഡ് മത്സ്യഫെഡ് ജില്ലാ മാനേജർ K വനജ നന്ദിയും പറഞ്ഞു. മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ VG കിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ, CK ശ്രീധരൻ, മുൻ MLA KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയ്ക്ക് ഫിഷറീസ് വകുപ്പിന്റെ ഓണസമ്മാനം. നവീകരിച്ച മത്സ്യമാർക്കറ്റിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബുവാണ് ഉദ്ഘാടകൻ. നവീകരിച്ച കാസർഗോഡ് മത്സ്യമാർക്കറ്റിന്റെ ഉദ്ഘാടനം ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി K ബാബു വെള്ളിയാഴ്ച നിർവഹിച്ചു. മത്സ്യമാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വിനിയോഗിക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാവരും നിറഞ്ഞ കൈയടികളോടുകൂടി സന്തോഷത്തോടുകൂടി വീരും മഴയും കൊള്ളാതെ മത്സ്യം വാങ്ങാനുള്ള, മത്സ്യം വിപണനം ചെയ്യാനുള്ള പുതിയൊരു അവസരം. മനോഹരമായ ഈ മാർക്കറ്റ് നിർമ്മാണം പൂർത്തിയാക്കി തീരദേശ വികസന കോർപ്പറേഷൻ അതിൻ്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്കീമിൻ്റെ പ്രത്യേകത, നഗരസഭ സ്ഥലം വന്നാൽ മാർക്കറ്റിൻ്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായിട്ടും തീരദേശ വികസന കോർപ്പറേഷൻ വഹിക്കും. ഇപ്പം 2.5 ലക്ഷം കോടി രൂപ ചെലവാക്കിയാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 1 രൂപ പോലും
നഗരസഭ നൽകിയിട്ടില്ല, നൽകേണ്ട ആവശ്യമില്ല. നഗരസഭയുടെ ആകെ ഉത്തരവാദിത്വം ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഇത് വൃത്തിയായി സൂക്ഷിക്കണം. ഫിഷറീസ് വകുപ്പ് നൽകുന്ന ഓണസമ്മാനമാണ് 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ മാർക്കറ്റ്. ചടങ്ങിൽ എൻ.എ. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്, താഹിറ സത്താർ, അബ്ബാസ് ബീഗം, US ബാലൻ, G നാരായണൻ, K രഘു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. കാഞ്ഞങ്ങാട് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കുട്ടികളുടെ സീറ്റുകൾ ഒഴിവ് വന്നാൽ പൊതുവിഭാഗത്തെയും പരിഗണിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു പറഞ്ഞു. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിന് 139 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2 നില കെട്ടിടത്തിൽ കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, മഴവെള്ള സംഭരണി, ഖരമാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക്, പട്ടികജാതിക്കാരുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കാൻ ഏത് സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും അതിൻ്റെ ഫീസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. ആ നിലയ്ക്കുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞു. അതുപോലെ കുട്ടികൾക്ക് കിട്ടുന്ന ലംസം ഗ്രാൻഡ് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന് നടപടി ഈ ഗ്രാൻഡ്സായി കുട്ടികൾക്ക് നൽകുന്ന ഗ്രാൻഡ് വിതരണം ചെയ്യാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തു. സ്കൂളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കഴിച്ച് ബാക്കി വരുന്ന സീറ്റുകൾ പൊതുവിഭാഗത്തിന് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി K ബാബു പറഞ്ഞു. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, US ബാലൻ, C ജാനകിക്കുട്ടി, PK മുഹമ്മദ് കുഞ്ഞി, K പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഓണക്കാഴ്ചകൾ. മഞ്ചേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം ആഘോഷിച്ചു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വെക്കേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് മഞ്ചേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും വെക്കേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഷറഫ് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PC അസ്താദ് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം അഡീഷണൽ SI ഭാസ്കരൻ, അബ്ദുൾ റഹ്മാൻ UH, ഹെഡ്മാസ്റ്റർ V ദിനേശൻ, രാജ്കുമാർ മാസ്റ്റർ, KM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് കോൺസ്റ്റബിൾമാരായ ഇസ്മായിൽ, ശരാവതി, അധ്യാപകരായ ഉമേഷ്, അനിൽ എന്നിവർ നേതൃത്വം നൽകുന്നു. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ, ഇലക്ട്രിക്കൽ ഡിവിഷൻ എന്നീ ഓഫീസുകളിലെ ജീവനക്കാർ സംയുക്തമായി ഓണം ആഘോഷിച്ചു. വിദ്യാനഗർ കോടതി സമുച്ചയത്തിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ, ഇലക്ട്രിക്കൽ ഡിവിഷൻ എന്നീ ഓഫീസുകളിലെ ജീവനക്കാർ സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓണപ്പാട്ടുകളും സദ്യയും ഒരുക്കിയായിരുന്നു ജീവനക്കാർ ഓണം ആഘോഷിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ജിനദേവൻ, P സുരേന്ദ്ര, അഡീഷണൽ എക്സിക്യൂട്ടീവ് ജയകൃഷ്ണൻ P, AAO മുഹമ്മദ് ജാഫർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാനഗർ കോടതി സമുച്ചയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ജില്ലാ സെഷൻ ജഡ്ജി TSP മുസദ് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മനസ്സുകളിലെ നന്മയുടെ വിളംബരമാണ് ഓണാഘോഷമെന്നും ജനമനസ്സുകളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഓണം ആഘോഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജില്ലാ ജഡ്ജി ജീവനക്കാരെ ഓർമ്മിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പൂക്കളവും ഒരുക്കിയിരുന്നു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജു, സ്റ്റെനോഗ്രാഫർമാരായ പ്രകാശൻ, വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. വിവിധ കോടതികളിലെ ന്യായാധിപന്മാർ, ശിരസ്താദാർ, മറ്റു ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. കായൽ ടൂറിസം രംഗത്ത് കാസർഗോഡ് ജില്ലയിൽ ഹൗസ് ബോട്ട് സംരംഭകർ സജീവമാകുന്നു. പഞ്ചനക്ഷത്ര പദവിക്ക് അർഹമായ ഹൗസ് ബോട്ടുകൾ വരെ സഞ്ചാരികൾക്കായി നീറ്റിലിറങ്ങി. ജില്ലയിലെ പ്രകൃതി രമണീയമായ കടിഞ്ഞുമൂലയിൽ ഇതിനോടകം 13ഓളം ഹൗസ് ബോട്ടുകളാണ് ഇറക്കിയിട്ടുള്ളത്. 3 കോടിയുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള നീലേശ്വരം സ്വദേശി വില്യംസ് ജോസഫിന്റെ ബേക്കൽ ക്യൂൻ വിനോദസഞ്ചാരികൾക്കായി നീറ്റിലിറങ്ങിക്കഴിഞ്ഞു. കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ബോട്ടിനെ ആകർഷകമാക്കുന്നത്.
സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന 3 കിടപ്പുമുറികൾ, 2 കോൺഫറൻസ് ഹാൾ, ഭക്ഷണ ഹാൾ, അടുക്കള സജ്ജീകരണങ്ങളും ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 100 അടി നീളവും 20 അടി വീതിയുമുള്ള ഈ ബോട്ട് അത്യാധുനിക സുരക്ഷാ കവചങ്ങളോടെ മരം ഉപയോഗിച്ചാണ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും തുക ചെലവഴിച്ച് നിർമ്മിച്ച മറ്റൊരു ബോട്ടും കേരളത്തിലില്ലെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. രാജ്യാന്തര വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ബോട്ട് ഒരുക്കിയതെങ്കിലും തദ്ദേശീയരായ സഞ്ചാരികൾക്ക് ഉൾക്കൊള്ളാവുന്ന പാക്കേജുകളും സജ്ജമാക്കിയതായി ബോട്ടുടമ വില്യംസ് ജോസഫ് പറഞ്ഞു. ബട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് കാസർഗോഡ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സപ്പോർട്ടുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഈ ഒരു മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടും മറ്റുള്ള എല്ലാവരും അഭിപ്രായമായിട്ട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെയൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ല ഒരുപാട് ടൂറിസത്തിൽ മുന്നിലേക്ക് വരാൻ കഴിയും എന്ന് ആധികാരികമായിട്ട് എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പറയാൻ കഴിയും. കാസർഗോഡിന്റെ ജലവിനോദസഞ്ചാര മേഖലയിൽ 12ലേറെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇവിടെ നിന്നും പുറപ്പെടുന്ന ഹൗസ് ബോട്ടുകൾ പയ്യന്നൂർ വരെ സഞ്ചരിക്കുന്നു. വലിയ പറമ്പാണ് ബോട്ട് യാത്രക്കാരുടെ ഇഷ്ടസ്ഥലം. 1ലേറെ തുരുത്തുകളും ഇവിടെയുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയും മറ്റും ജലവിനോദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഹൗസ് ബോട്ട് ഉടമകൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ജലവിനോദ മേഖലയാണ് തൃക്കരിപ്പൂരിലെ വലിയ പറമ്പ് ഉൾപ്പെടുന്ന കാസർഗോഡൻ പുഴകൾ. ഈ ജില്ലയെ എല്ലാ മേഖലയിലും സർക്കാർ അവഗണിക്കുന്നുവെന്ന ചൂണ്ടിക്കാട്ടലുകളെ സാധൂകരിക്കുകയാണ് ഹൗസ് ബോട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുന്ന സർക്കാർ നിലപാട്. ടൂറിസം രംഗത്തേക്ക് വരുന്ന സംരംഭകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതിയും ഇവിടുത്തെ ഹൗസ് ബോട്ടുകാർക്കുണ്ട്. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് N രവികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള ആർജവത്തോടെ നീങ്ങുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോട് വളരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിപ്പെട്ട നമ്മുടെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ നിന്ന് 680 പേജുള്ള കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അടുത്ത കുറച്ചു വർഷം എങ്ങനെ ആയിരിക്കണം എന്ന് രേഖപ്പെടുത്തുന്ന നീതിന്യായ ഡയറി. ബ്രാഞ്ച് പ്രസിഡന്റ് ബ്രിജേഷ് പൈനി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV രമേശൻ, AV രാജു, ഗോപാലൻ, KC സുജിത് കുമാർ, KV ഭക്തവത്സലൻ, MP കുഞ്ഞിമൊയ്തീൻ, VV സുകുമാരൻ, E മീനാകുമാരി, ലോകേഷ്, MV ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 24-ന് ദേശീയപാത ഉപരോധിക്കും. 8 കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുരുന്നുകളിൽ കൗതുകവും വിസ്മയവും നിറച്ച് കഥക് നൃത്തം. പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിലാണ് ഉത്തരേന്ത്യൻ നൃത്തരൂപമായ കഥക് അരങ്ങേറിയത്. കണങ്കാലിൽ ചുറ്റിത്തിരിഞ്ഞ് നടനവൈഭവം തീർത്ത നർത്തകിമാർ കുട്ടികളെ വിസ്മയിപ്പിച്ചു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പിഗ്മ കെ എന്ന സാംസ്കാരിക സംഘടനയാണ് സ്കൂളിൽ 1.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രദർശനവും കഥക്കിന്റെ സാങ്കേതികതകളുടെ വിശദീകരണവും നടത്തിയത്. ബംഗാൾ ദൂരദർശൻ ആർട്ടിസ്റ്റായ ദബ്ജിയ സർക്കാർ, അങ്കിത സാഹി എന്നീ കലാകാരികളാണ് നൃത്തം അവതരിപ്പിച്ചത്. ധനി
വിദ്യാർത്ഥികളെ നൃത്ത ചുവടുകൾ പഠിപ്പിക്കാനും സംഘം മറന്നില്ല. സ്പിഗ്മാക്കോയുടെ കോഴിക്കോട് ചാപ്റ്ററാണ് ഭാരതീയ കലകൾ പുതുതലമുറയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ കഥക് അവതരിപ്പിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് P. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സോമൻ പണിക്കർ, സ്കൂൾ പ്രധാനാധ്യാപകൻ PV പ്രഭാകരൻ, PV സിന്ധു, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. കലാകാരികൾക്ക് പ്രധാനാധ്യാപകൻ PV പ്രഭാകരൻ ഉപഹാരങ്ങൾ നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ വിവിധ ATMകളിൽ നിന്ന് 3.5 ലക്ഷം രൂപ കവർന്ന കേസ്. സർവീസ് എഞ്ചിനീയർ അറസ്റ്റിൽ. കള്ളന്മാരെ പേടിച്ച് മഞ്ചേശ്വരം, മോഷണം തുടർക്കഥയാകുന്നു. സ്ഥാനികർക്ക് ഓണം കുമ്പിളിൽ തന്നെ, സ്ഥാനികർക്കുള്ള ആനുകൂല്യം വൈകുന്നു. കരുത്തോടെ സ്ത്രീകൾ, ആവേശം പകർന്ന് തെങ്ങുകയറ്റ മത്സരം. മണ്ണും മനസ്സും ഓണലഹരിയിൽ, പൂക്കളമിട്ട് സദ്യ ഒരുക്കി നാട്. യാത്രയ്ക്ക് ഇനി നക്ഷത്ര സുഖം, സ്റ്റാർ ബോട്ടുകൾ നീറ്റിലിറങ്ങി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.